ഏറ്റവും സ്നേഹം നിറഞ്ഞ ബോബനച്ച, പ്രിയപ്പെട്ട അവിലായിലെ സുപ്പീരിയർ അച്ഛൻ മാത്യു അച്ച, ജോൺസൺ അച്ച, സെബാസ്റ്റ്യൻ അച്ച, ബോസ്കോ അച്ച, മറ്റ് വൈദികരെ, സണ്ണിച്ചേട്ടൻ്റെ പ്രിയപ്പെട്ട സഹോദരി, കോൺഗ്രിഗേഷൻ്റെ മദർ സുപ്പീരിയർ ആയിരിക്കുന്ന അർപ്പിത സിസ്റ്റർ, പ്രിയപ്പെട്ട മേഴ്സി ചേച്ചി, മഹിമ, അമൽ, തൊമ്മൻ, മറ്റ് കുടുംബാംഗങ്ങളെ, സഹോദരരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. സാധിക്കുന്നവർ ഇരിക്കണം. അച്ഛന് ബോബച്ചൻ അച്ഛന് ഒരു 5 മിനിറ്റ് തന്നിട്ടുണ്ട്. എന്താണ് സണ്ണിച്ചേട്ടന് സംഭവിച്ചത്? എല്ലാവർക്കും ഒരേ ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ചുരുക്കി അച്ഛൻ ഇങ്ങനെ പറയട്ടെ. ഞായറാഴ്ച സണ്ണിച്ചേട്ടൻ ആവിലയിൽ എത്തി. അച്ഛൻ്റെ മുറിയൊക്കെ ക്രമീകരിച്ചു, അൾത്താര ക്രമീകരിച്ചു. അതിനുശേഷം സണ്ണിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ അവിടെ കാരാമ്പറമ്പിലടുത്ത് ഒരു രാജൻ ചേട്ടൻ്റെ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു. ആ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക് സണ്ണിച്ചേട്ടൻ പോവുകയും അവിടെ ജോലിയിൽ അല്പനേരം സഹകരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടാവുകയും അവിടെ നിന്ന് ആരോടും പറയാതെ ആ ജോലിക്ക് ഒരു തടസ്സവും ഉണ്ടാകരുത് എന്ന് കരുതി സണ്ണിച്ചേട്ടൻ ഓട്ടോയുമായി ആവിലയിലേക്ക് വരികയും ആവിലയിൽ മുറിയിൽ വിശ്രമിക്കുകയും വേദന കൂടിയപ്പോൾ വർഗീസ് ചേട്ടനെ വിളിച്ച് എനിക്ക് പറ്റുന്നില്ല, വേഗം വരണം എന്ന് പറയുകയും വർഗീസ് ചേട്ടൻ ഓടിയെത്തിയപ്പോഴേക്കും പിന്നീട് സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ സണ്ണിച്ചേട്ടൻ കുഴഞ്ഞു വീഴുകയും സണ്ണിച്ചേട്ടനെയും കൊണ്ട് 10 മിനിറ്റിനുള്ളിൽ വർഗീസ് ചേട്ടനും കൂടെ ഉണ്ടായിരുന്നവരും അമല ഹോസ്പിറ്റലിൽ എത്തുകയും അവിടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ അവർ അവരുടെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്തു. 11 അതാണ് സണ്ണിച്ചേട്ടൻ്റെ മരണസമയമായി അവർ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അച്ഛനറിയാം, സണ്ണിച്ചേട്ടൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് ഉയർന്നത് ആവിലായിലെ പുണ്യഭൂമിയിൽ നിന്നാണ്. അങ്ങനെയായിരുന്നു സണ്ണിച്ചേട്ടൻ്റെ ആ അവസാനത്തെ ദിവസം, അല്ലെങ്കിൽ അവസാനത്തെ ആ 1 മണിക്കൂർ എന്ന് പറയുന്നത്. സണ്ണിച്ചേട്ടൻ്റെ ഒരു ജീവിത നിലപാടായിരുന്നു, ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്, എല്ലാവർക്കും നന്മയുണ്ടാകണം. സണ്ണിച്ചേട്ടൻ്റെ ജീവിതത്തെ 2 ഭാഗങ്ങളായി ക്രമപ്പെടുത്തി നമ്മൾ ധ്യാനിച്ചാൽ, ഒന്ന് പൂർണ്ണമായ ദൈവസ്നേഹത്തിൻ്റെ ഒരു ജീവിതമായിരുന്നു സണ്ണിച്ചേട്ടൻ്റേത്. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് ചോദിച്ച ആ നിയമജ്ഞനോട് ഈശോ പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നിയമവും പ്രവാചകന്മാരുമെല്ലാം, എല്ലാ നിയമങ്ങളും അതിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. സണ്ണിച്ചേട്ടൻ്റെ ജീവിതം ആദ്യത്തെ ആ കൽപ്പനയുടെയും അതുപോലെ തന്നെ 2ാമത്തെ കൽപ്പനയുടെയും ഒരു പൂർത്തീകരണമായിരുന്നു. എല്ലാ ദിവസവും കാലത്ത് 3 മണിക്ക് എഴുന്നേറ്റ് 91 സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 4 മണിയോടുകൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ച് 4:45 മുൻപ് തന്നെ ആവിലയിൽ എല്ലാ ദിവസവും എത്തുകയും 5:30 മുൻപ് ദേവാലയം മുഴുവൻ ക്രമപ്പെടുത്തി പ്രാർത്ഥനകൾ ആരംഭിച്ച് ആരാധന തുടങ്ങുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും സണ്ണിച്ചേട്ടൻ ജീവിതം ആരംഭിച്ചിരുന്നത്. അങ്ങാടിക്കടവിൽ സണ്ണിച്ചേട്ടൻ വന്നിട്ട് ഇത് 36ാമത്തെ വർഷമാണ്. അങ്ങാടിക്കടവിലെ ഒരു കുഞ്ഞിന് പോലും സണ്ണിച്ചേട്ടനെ പരിചയമുണ്ട്. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ എല്ലാവർക്കും സണ്ണിച്ചേട്ടൻ പ്രിയങ്കരനാണ്. പ്രിയപ്പെട്ടവരെ, ആ കാലയളവിൽ പോലും, അതായത് സണ്ണിച്ചേട്ടൻ ലോറി സണ്ണി എന്നറിയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മണല്
കൊണ്ടുപോകുന്ന ലോറി ഒക്കെ ആയിട്ട് നടന്നിരുന്ന ഒരു കാലത്ത് പോലും സണ്ണിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, കാലത്ത് ഈ പള്ളിയിൽ വന്ന് ദിവ്യബലി അർപ്പിക്കാതെ മണൽ കയറ്റാൻ പോകാറില്ലായിരുന്നു. ഈശോയ്ക്ക് സമയം കൊടുക്കുന്ന, ഈശോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന, ഈശോയ്ക്ക് വേണ്ടി ഈശോയോട് കൂടെ ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു. ഇന്ന് നമ്മൾ സണ്ണിച്ചേട്ടനെ യാത്രയയക്കുമ്പോൾ സണ്ണിച്ചേട്ടന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാനുള്ള ഒരു ജീവിത മാതൃക എന്ന് പറയുന്നത് സണ്ണിച്ചേട്ടന് ഈശോയോടുള്ള സ്നേഹമായിരുന്നു. ഈശോ പറഞ്ഞു, മറ്റെല്ലാറ്റിനേക്കാളും ഉപരി എന്നെ സ്നേഹിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സണ്ണിച്ചേട്ടന് മേഴ്സി ചേച്ചിയെക്കാളും മക്കളെക്കാളും വീടിനേക്കാളും ജോലിയേക്കാളും മറ്റെല്ലാറ്റിനേക്കാളും പ്രധാനപ്പെട്ടത് ഈശോ തന്നെയായിരുന്നു. അച്ഛൻ്റെ കൂടെ പല മിഷൻ യാത്രകളിലും ഒറീസയിലും ബോംബെയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ കൺവെൻഷന് വേണ്ടി ഒരുങ്ങി വരുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് ഈശോയോട് കൂടെ ആയിരിക്കാൻ, ഒറീസയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഓരോ യാത്രയിലും സണ്ണിച്ചേട്ടൻ പുതിയ നിയമം മുഴുവൻ വായിച്ചു തീർത്തിട്ടായിരിക്കും തിരിച്ച് മടങ്ങിയെത്തുന്നത്. കോവിഡിന്റെ സമയത്ത് അച്ഛൻ്റെ കൂടെ 3 മാസം ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ ഒരുമിച്ച് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അച്ഛൻ പറഞ്ഞു വരുന്നത്, സണ്ണിച്ചേട്ടന്റെ വിശ്വാസ ജീവിതം ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾ വൈദികർക്കും സിസ്റ്റേഴ്സിനും അതുപോലെ അൽമായ വിശ്വാസികൾക്ക് പ്രത്യേകിച്ച്, കാരണം ഒരു കുടുംബ ജീവിതം നയിച്ചുകൊണ്ട്, വളരെ നല്ല ഒരു ഭർത്താവായി ജീവിച്ചുകൊണ്ട്, വളരെ നല്ല ഒരു ഭാര്യയായി ജീവിച്ചുകൊണ്ട്, ഭർത്താവായി വളരെ നല്ലൊരു അപ്പനായി ജീവിച്ചുകൊണ്ട്, വളരെ നല്ല ഒരു ബന്ധുവായും സ്നേഹിതനായും ജീവിച്ചുകൊണ്ട് തന്നെ എപ്രകാരം ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാം എന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ടാണ് സണ്ണിച്ചേട്ടൻ സ്വർഗത്തിലേക്ക് യാത്രയായിരിക്കുന്നത്. കയ്യടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ ആ യാത്ര പൂർണ്ണമാവുകയില്ല. രണ്ടാമതായി സണ്ണിച്ചേട്ടൻ നല്ല സമരിയാക്കാരനായിരുന്നു. ഇന്നലെ സണ്ണിച്ചേട്ടന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയ ആൾക്കൂട്ടം എപ്രകാരമായിരുന്നു സണ്ണിച്ചേട്ടൻ ഒരു നല്ല അയൽക്കാരനായി ഈ അങ്ങാടിക്കടവിൽ ജീവിച്ചത് എന്നതിൻ്റെ ഒരു സാക്ഷ്യമായിരുന്നു. നമുക്കറിയാം, സണ്ണിച്ചേട്ടൻ ഒരു ഫിലിം സ്റ്റാർ അല്ല, ഒരു രാഷ്ട്രീയ നേതാവല്ല. പക്ഷേ സണ്ണിച്ചേട്ടൻ അറിയാത്ത ആരും ഈ ദേശത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പള്ളി നിറയെ ഒരു തിരുനാളിന് നിറഞ്ഞിരിക്കുന്നത് പോലെ ഇപ്പോൾ സണ്ണിച്ചേട്ടനെ യാത്രയയക്കാൻ ഇവിടെ നിറഞ്ഞിരിക്കുന്നത് സണ്ണിച്ചേട്ടൻ ഒരു നല്ല അയൽക്കാരനായിരുന്നു എന്നുള്ളത് വായിക്കാൻ പറ്റുന്ന ഒരു ഉപമയാണ്. അതുകൊണ്ട് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഏതെങ്കിലും ഒരു സുവിശേഷ ഭാഗത്തിൽ ഒതുക്കാവുന്ന ഒരു ജീവിതമല്ല. താലന്തുകളുടെ ഉപമയെടുത്താൽ എല്ലാ താലന്തുകളും, കിട്ടിയ താലന്തെല്ലാം 10 ഇരട്ടിയായി കർത്താവിന്റെ മുൻപിൽ സമർപ്പിച്ചിട്ടാണ് സണ്ണിച്ചേട്ടൻ യാത്രയാകുന്നത്. കയ്യടിച്ച് നന്ദി പറയാം. കന്യകമാരുടെ ഉപമ പറഞ്ഞാൽ ആ 5 കന്യകമാർ വിളക്ക് കൊളുത്തി എണ്ണയുമായി കാത്തിരുന്ന, ജാഗരൂകതയോടുകൂടെ കാത്തിരുന്ന കന്യകമാരെ പോലെ ജാഗരൂകതയോടെ കാത്തിരിക്കുന്ന ആ വിശ്വസ്തനായ ചെറിയ കാര്യങ്ങളിൽ, അൾത്താരയിൽ തിരി കത്തിക്കുന്ന കാര്യം മുതൽ, അതിലെ എണ്ണയുടെ കാര്യം മുതൽ, അൾത്താരയിൽ കിടക്കുന്ന ആ മേശവിരിയിലുള്ള ഒരു തരിയുടെ കാര്യം മുതൽ, അൾത്താരയിൽ പള്ളിയിൽ കിടക്കുന്ന അലങ്കോലപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അശ്രദ്ധമായി കിടക്കുന്ന ഒരു കടലാസിന്റെ കാര്യം മുതൽ, അടുക്കളയിൽ അച്ഛന് വെള്ളമെടുക്കുന്ന കാര്യത്തിലുള്ള ഏറ്റവും ചെറിയ കാര്യത്തിലുള്ള ശ്രദ്ധ മുതൽ, പ്രിയപ്പെട്ടവരെ, വലിയ കാര്യങ്ങൾ വരെ ശ്രദ്ധയോടെ നിർവഹിച്ച് ജാഗരൂകതയോടുകൂടെ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായി നമ്മുടെ പ്രിയപ്പെട്ട സണ്ണിച്ചേട്ടൻ മടങ്ങിപ്പോകുമ്പോൾ ഈശോ വാഗ്ദാനം ചെയ്ത, ഈശോ ആ അവസാന കാലത്ത് ചോദിക്കുമെന്ന് പറഞ്ഞ ആ പരീക്ഷകളുടെ ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ വിശക്കുന്നവനായിരുന്നു. സണ്ണിച്ചേട്ടനെ നോക്കി ഈശോ പറയുമെന്ന് നമുക്ക് 100 അല്ല 1000 വട്ടം ഉറപ്പാണ്. ഞാൻ വിശക്കുന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ, നിങ്ങളെന്നല്ല, സണ്ണിച്ചേട്ടനെ നോക്കി പറയും, നീ എന്നെ ഉടുപ്പിച്ചു. ഞാൻ ഭവനമില്ലാത്തവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ സണ്ണിച്ചേട്ടനും കൂട്ടുകാരും
19 വീടുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 19ാമത്തെ വീടിന്റെ നിർമ്മാണമാണ്. അതുപോലെ അങ്ങാടിക്കടവിൽ ഒരു ആംബുലൻസ് ഇല്ലാതിരുന്ന കാലത്ത് ആംബുലൻസ് വേണമെന്ന് അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത് അതിന്റെ ഫണ്ട് കളക്ഷനൊക്കെ നേതൃത്വം കൊടുത്തതും ഇവിടെയുള്ള അനാഥ മന്ദിരങ്ങൾ, അഗതി മന്ദിരങ്ങൾ, അവിടെയൊക്കെ അതുപോലെ പാവപ്പെട്ടവരുടെ വീടുകൾക്കകത്ത് കയറി, അടുക്കളയിൽ കയറി അവിടെ അന്നമുണ്ടോ എന്നന്വേഷിച്ച്, ചിലപ്പോൾ പുറമോടിയുള്ള വീടുകളായിരിക്കാം, അവിടെ ഉടുക്കാനുണ്ടോ എന്നന്വേഷിച്ച്, അവിടെ ഉണ്ണാനുണ്ടോ എന്നന്വേഷിച്ച് അത് കണ്ടെത്തി. ഇല്ല എന്ന് കണ്ടെത്തുമ്പോൾ അത് കൊണ്ടുചെന്നെത്തിക്കുകയും ഇവിടെ നിന്ന് രോഗികളെ രാത്രിക്ക് രാത്രി 12 മണിക്കും 1 മണിക്കും ഒരു ദിവസം മുഴുവനുമൊക്കെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ സ്വന്തം വാഹനത്തിൽ കൊണ്ടുപോയി ഡയാലിസിസ് അതിന്റെ ചെലവ് മുഴുവൻ വഹിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല സമരിയാക്കാരന്റെ, ആർക്കും ഏത് സമയത്തും മരണവീടുകളിൽ നമ്മൾ മറക്കരുത്, മരണവീടുകളിൽ ആരെങ്കിലും ഈ നാട്ടിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സണ്ണിച്ചേട്ടനും കൂട്ടുകാരും ഉണ്ടായിരുന്നു. ആരുമില്ലാതെ ഒരു മൃതദേഹം അനാഥമായി പ്രാർത്ഥന ലഭിക്കാതെ മടക്കിവിടാൻ സണ്ണിച്ചേട്ടൻ അനുവദിക്കില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, 11 മണിയായി. ഇന്നലെ 11 മണിക്ക് സണ്ണിച്ചേട്ടൻ, ഇന്നലെയല്ല മിനിയാന്ന് 11 മണിക്ക് സണ്ണിച്ചേട്ടൻ പോയതാണ്. 48ാമത്തെ മണിക്കൂറാണിത്. ഈ 48 മണിക്കൂറും സണ്ണിച്ചേട്ടന് വീട്ടിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരം കിട്ടി എന്നുള്ളത് ഒരു കൃപയാണ്. അങ്ങനെ ഈ വീടുകളിൽ മരിച്ചവരെ കുഞ്ഞ് ജനിച്ചത് മുതൽ മരിച്ചവരെ യാത്രയാക്കുന്നത് വരെയുള്ള ആയിരം കാര്യങ്ങൾ നമുക്ക് മുൻപിൽ ഒരു മാതൃകയായി ചെയ്തു തീർത്തിട്ടാണ് സണ്ണിച്ചേട്ടൻ ഈ ഭൂമിയിൽ നിന്ന് യാത്ര ചെയ്യുന്നത്. അച്ഛൻ ആ ജീവിതത്തെ ഇങ്ങനെ സംഗ്രഹിക്കുകയാണ്. ഈശോയോട് കൂടെ ജീവിച്ചു, ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു, ഈശോയെ പോലെ ജീവിച്ചിട്ടാണ് സണ്ണിച്ചേട്ടൻ പോകുന്നത്. വികാരിയച്ഛൻ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നമുക്കൊരു മധ്യസ്ഥനെ ലഭിക്കുകയാണ്. ഒരു വിശുദ്ധനായ മനുഷ്യന്റെ പൂർണ്ണമായ ഹൃദയത്തോടുകൂടെ, പൂർണ്ണമായ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിച്ച് തന്നെ പോലെ തന്നെ, അച്ഛന് തോന്നിയിട്ടുണ്ട്, തന്നെ പോലെ തന്നെയല്ല, തന്നെക്കാൾ അധികം മറ്റുള്ളവരെ സ്നേഹിച്ച് വിശുദ്ധനായി ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോ സണ്ണിച്ചേട്ടൻ നമുക്കൊരു മാതൃക നൽകുകയാണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നതിന്റെ മാതൃക. അതുപോലെ വികാരിച്ചൻ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നമുക്കൊരു മധ്യസ്ഥന് ലഭിക്കുകയാണ്. പിതാവിന്റെ തിരുസന്നിധിയിൽ ഈ അങ്ങാടിക്കടവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഈ അയ്യങ്കുന്ന് പഞ്ചായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആ വിലയിൽ ഒരുമിച്ച് കൂടുന്ന 10,000-ങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്കൊരു മധ്യസ്ഥനെ ലഭിച്ചിരിക്കുകയാണ് എന്ന സന്തോഷത്തോടു കൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സണ്ണിച്ചേട്ടനെ യാത്രയാക്കുന്നത്. തീർച്ചയായും സണ്ണിച്ചേട്ടന്റെ വിയോഗം കുടുംബത്തിന് എന്നതുപോലെ തന്നെ അച്ഛനറിയാം, കുടുംബത്തിൽ സമയം ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ 6 വർഷം സണ്ണിച്ചേട്ടൻ അച്ഛൻ്റെ കൂടെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിൽ വന്ന ഇതൊരു നഷ്ടമല്ല. വികാരിയച്ഛൻ സൂചിപ്പിച്ചു, ഇത് സ്വർഗത്തിൽ, ഭൂമിയിലെ നമ്മുടെ ഈ നഷ്ടം സ്വർഗത്തിലെ ഒരു ലാഭമാക്കി കർത്താവ് നമുക്ക് ലാഭമാക്കി തരും എന്ന ഒരു ബോധ്യത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കരങ്ങൾ ഉയർത്തി സണ്ണിച്ചേട്ടന്റെ ആത്മാവിനെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ.